ബിഗ് ബോസ് മലയാളം സീസൺ 6മായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ജാൻമണി എന്ന ട്രാൻസ്ജെൻഡർ മേക്കപ്പ് ആർട്ടിസ്റ്റ് പുറത്തായിരിക്കുകയാണ് എന്ന വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ഏറ്റവും ഒടുവിലായി എത്തുന്നത്. 90% ഉറപ്പായ വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പേജുകളിലും മറ്റും ഇക്കാര്യം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. വൈൽഡ് കാർഡ് എൻട്രികൾ വന്നതോടെ ആവേശത്തോടെ മുന്നോട്ടു പോവുകയായിരുന്ന ഷോയിൽ കഴിഞ്ഞയാഴ്ച വിഷു ആഘോഷത്തോട് അനുബന്ധിച്ച് എവിക്ഷൻ ഉണ്ടായിരുന്നില്ല. ജാൻമണിയായിരുന്നു വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞയാഴ്ച പുറത്തു പോകേണ്ടിയിരുന്നത്. എന്നാൽ എവിക്ഷൻ ഇല്ല എന്ന ലാലേട്ടന്റെ പ്രഖ്യാപനം ജാൻമണിക്ക് ഒരാഴ്ച കൂടി ഹൗസിൽ നിൽക്കാനുള്ള അവസരമാണ് നൽകിയത്. ഇപ്പോഴിതാ ഈ ആഴ്ച പുറത്തായിരിക്കുന്നത് ജാൻമണിയാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. ആദ്യത്തെ എവിക്ഷനാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. രണ്ടാമത്തെ എവിക്ഷൻ ഉണ്ടോ, രണ്ടാമത്തെ ആൾ കൂടി പുറത്തേക്ക് പോകുമോ എന്ന കാര്യമൊന്നും ഇപ്പോൾ വ്യക്തമായിട്ടില്ല. ജാൻമണി പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഗെയിം ചേഞ്ച് തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഇനി നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ജാൻമണിയോടൊപ്പം നിന്ന് ഗെയിം കളിക്കുന്ന നോറ ഉൾപ്പെടെയുള്ളവർക്ക് ഇതൊരു തിരിച്ചടിയാകുവാനുള്ള സാധ്യതയും കാണാവുന്നതാണ്. ഋഷി, അൻസിബ എന്നിവർക്കൊക്കെ തിരിച്ചടിയാകാനുള്ള പുറത്താക്കലായിരിക്കും ജാൻമണിയുടേത്. ജാൻമണിയുടെ ശാപവാക്ക് ചൊരിയലാണ് ഈ മത്സരാർത്ഥിക്ക് ഏറ്റവും നെഗറ്റീവായി മാറിയത്. തുടർന്ന് കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിൽ ജാൻമണിയെ മോഹൻലാൽ വഴക്കു പറയുകയും ചെയ്തിരുന്നു. ഒരു ടാസ്കിനിടെയാണ് വഴക്കു പറഞ്ഞത്. കൃത്രിമത്വം, വഞ്ചന, ആശ്രിതത്വം ഇത്തരം അസുഖങ്ങളുള്ള ആളെ മത്സരാർത്ഥികൾ കണ്ടുപിടിക്കണം. അതിനുശേഷം കാരണം പറഞ്ഞിട്ട് അയാൾക്കൊരു മരുന്ന് കഴിക്കാൻ കൊടുക്കണം എന്നതായിരുന്നു ടാസ്ക്. അസുഖത്തിന്റെ കാഠിന്യം അനുസരിച്ചാണ് മരുന്ന് കൊടുക്കേണ്ടത്. ഇതിൽ വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞ് ജാൻമണിയെയാണ് നോറ തിരഞ്ഞെടുത്തത്. മരുന്ന് കുടിക്കാൻ കൊടുത്തപ്പോൾ നീ തന്നത് ഞാൻ കുടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ജാൻമണി മരുന്ന് മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയായിരുന്നു. എന്നാൽ ഇത് കണ്ട മോഹൻലാൽ ജാൻമണിയോട് അത് കുടിക്കാൻ പറയുകയും ജാൻമണി, നിങ്ങൾക്ക് ഇവിടെ വേറെ യാതൊരുവിധ പ്രത്യേകതയുമില്ല, അത് കഴിച്ചേ പറ്റൂ എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. പിന്നാലെ ജാൻമണി ആ മരുന്ന് കുടിക്കുകയും ചെയ്തു. പക്ഷേ മോഹൻലാൽ പോയതിന് പിന്നാലെ ജാൻമണി ഭയങ്കരമായി ദേഷ്യപ്പെടാൻ തുടങ്ങി. നോറയുടെ ജീവിതം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഹൗസിനകത്ത് നടക്കുകയായിരുന്നു. ജാൻമണി പറയുന്നത് തെറ്റാണ് എന്ന് മറ്റ് മത്സരാർത്ഥികൾ പറയുമ്പോഴും ജാൻമണി അത് തിരുത്താൻ തയ്യാറായിരുന്നില്ല. മോഹൻലാൽ വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഇതേക്കുറിച്ച് ചോദിക്കുകയും നോറയോട് ക്ഷമ ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണമെന്നും പറഞ്ഞു. ഇതിന് പിന്നാലെ ജാൻമണി ക്ഷമ ചോദിക്കുകയും ചെയ്തു. തൻ്റെ കൈകൊണ്ട് ചോറ് വാങ്ങിക്കഴിച്ച ആളാണ് നോറയെന്നും അവളെ ഒരിക്കലും വെറുതെ വിടില്ല എന്നുമൊക്കെയാണ് ജാൻമണി പറഞ്ഞത്. നോറയുടെ ജീവിതം ഇല്ലാതാക്കുമെന്നും ജാൻമണി പറഞ്ഞിരുന്നു. ജാസ്മിൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. എന്നാൽ ജാൻമണി അതൊന്നും കേൾക്കാതെ നോറയ്ക്കെതിരെ സംസാരിക്കുകയായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.